സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ലൂക്കോസ് 8:41 വാക്യം. ദൈവമായും എല്ലാം അറിയുന്നവനുമായൊരു മനുഷ്യൻ യേശു തീർച്ചയായും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അവൻ്റെ ഉദ്ദേശങ്ങൾ നമുക്കറിയാമെങ്കിലും അവൻ്റെ ചോദ്യങ്ങൾ പ്രതികരിപ്പാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചു എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അവൻ തൻ്റെ ശിഷ്യനായ അന്ത്രയോസിനോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവൻ ശിഷ്യൻ 1:38 വാക്യം നമുക്ക് പഠിക്കുവാൻ സാധിച്ചു എന്ന് ചോദിച്ചു. അവൻ അന്ധനായ ബർത്തമായോട് ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. മർക്കോസ് 10:51, ലൂക്കോസ് 12:41 പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. തളർവാദ രോഗിയുടെ അവിടെ ചോദിച്ചു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? യോഹന്നാൻ 5:6 വാക്യം. യേശുവിൻ്റെ ആ ചോദ്യത്തിനു ശേഷം ഓരോ വ്യക്തിക്കും രൂപാന്തരം സംഭവിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസപരമായ കാര്യങ്ങളിൽ നിങ്ങൾ സമീപിക്കാൻ ആഗ്രഹിക്കുന്നു ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ചോദിക്കാനുള്ള ശരിയായ ചോദ്യങ്ങൾ നൽകാൻ ദൈവത്തോട് ആവശ്യപ്പെടുക. നേരിട്ടുള്ള പ്രസ്താവനകളെക്കാൾ ചോദ്യങ്ങൾ മികച്ച സംഭാഷണം തുറക്കമിടുന്നു. എന്തുകൊണ്ട്? ആത്മീയ സഹായം ആവശ്യമുള്ളവരോട് നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും? പ്രാർത്ഥിക്കാൻ. പ്രിയ യേശുവേ, പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് എത്തിച്ചേരാൻ എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.